Meet the editors. ചോദ്യം ഇതാണ്, തിളങ്ങുമോ രാഹുൽ? ഉണ്ണിബാലകൃഷ്ണൻ, രാഹുൽ ഗാന്ധി നടത്തിയ 2 ജോഡോ യാത്രകൾ, ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും, അതിനുശേഷമുള്ള രാഹുൽ ഗാന്ധിയുടെ മാറ്റം, ആ മാറ്റം തിരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയതിൻ്റെ ആഹ്ലാദത്തിലാണ് കോൺഗ്രസ് പ്രവർത്തനം. ഇപ്പോൾ ഐക്യകണ്ഠേനയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 52 സീറ്റ്, ഇത്തവണ വിശാൽ പട്ടേലും കൂടെ കൂട്ടിയാൽ 100 സീറ്റ്. കരുത്തനായി മാറുന്നു രാഹുൽ. 101. അപ്പം മപ്പും കൂടെ കൂട്ടിയാൽ 101. അപ്പോൾ 101 പേരുമായിട്ടാണ് വരുന്നത്. 3 അക്കം കടന്നിരിക്കുന്നു. തിളങ്ങുമോ രാഹുൽ പാർലമെന്റിൽ? നോക്കൂ വരുൺ, ഇപ്പോൾ നമുക്കറിയുന്നത് പോലെ 10 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നത്, അല്ലേ? 2014 താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേവലം 44 സീറ്റുകളാണ് കോൺഗ്രസിനുണ്ടായിരുന്നത്, ഓൾ ടൈം ലോ. അന്ന് കോൺഗ്രസിൻ്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 19.31%. 2019 കോൺഗ്രസ് 52 സീറ്റായിട്ട് അവരുടെ കക്ഷി നില ഉയർത്തിയിട്ടുണ്ട്. അപ്പോഴൊരു ചെറിയ ശതമാനത്തിൻ്റെ മുന്നേറ്റം മാത്രമാണ് വോട്ട് ഷെയറിൽ കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് 19.49%, അതായത് 0.18% ആണ് കോൺഗ്രസിൻ്റെ വോട്ട് ഷെയർ ഉയർന്നത് 5 വർഷത്തിന് ശേഷം. എന്നാൽ 2024 നോക്കൂ, നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ 101 സീറ്റുകൾ, അതിൽ 99 സീറ്റുകൾ വളരെ കൃത്യമായി കോൺഗ്രസിന് അവകാശപ്പെടാവുന്ന സീറ്റുകൾ തന്നെയാണ്. അതായത് 52-ൽ നിന്ന് 47 സീറ്റുകൾ കോൺഗ്രസ് വർദ്ധിപ്പിക്കുന്നു. അതുമാത്രമല്ല, അവരുടെ വോട്ട് ഷെയർ 21.2%-ആയി ഉയരുകയും ചെയ്യുന്നു. ഇപ്പോൾ 2019 വോട്ട് ഷെയറിൽ നിന്ന് 2024 വോട്ട് ഷെയറിലേക്ക് വോട്ട് ഷെയറും തമ്മിലുള്ളൊരു താരതമ്യം നോക്കുകയാണെങ്കിൽ കേവലം 2% വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ആ 2% എന്ന് പറയുന്നത് ഏതാണ്ട് 47 സീറ്റുകളായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തി എന്നുള്ളതാണ്. അവിടെ വളരെ കൗതുകരമായൊരു കാര്യം എന്ന് പറഞ്ഞാൽ 37.3% 2019 BJPയുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 37.3%. ഈ തെരഞ്ഞെടുപ്പിൽ 36.6% അവരുടെ വോട്ട് ഷെയർ എന്ന് പറയുന്നത്. ഏതാണ്ട് 1.25% കുറഞ്ഞു. ഈ 1.25% കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ 303 സീറ്റായിരുന്നു 2019 ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഈ 1.25% കുറയുമ്പോൾ 63 സീറ്റാണ് അവർക്ക് നഷ്ടമായിരിക്കുന്നത്. 240 അവർ വന്ന് ലാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഒരു വലിയ നേട്ടം വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലും സീറ്റുകളുടെ കാര്യത്തിലും കോൺഗ്രസ്സിന് ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിച്ചൊരു സംഭവം എന്ന് പറയുന്നത്. ഇനി നോക്കൂ, നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി നിർണയിച്ചത് 2022 സെപ്റ്റംബറിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര തന്നെയാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. 2022 സെപ്റ്റംബറിൽ ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി കാശ്മീരിൽ അവസാനിച്ചത് 150 ദിവസങ്ങളെടുത്താണ്. 4000 കിലോമീറ്ററാണ് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലൂടെ രാഹുൽ ഗാന്ധി യാത്ര ചെയ്തത്. അതേപോലെ തന്നെയാണ് പിന്നീട് ഭാരത് ന്യായ യാത്ര അദ്ദേഹം നടത്തിയത്. അത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ആരംഭിച്ച്, അതായത് മണിപ്പൂരിൽ നിന്ന് തുടങ്ങി ഗുജറാത്ത് വഴി മഹാരാഷ്ട്രയിൽ അവസാനിച്ചു. അപ്പോൾ ഈ 2 യാത്രകൾ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നതിൽ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് റീജുവനേറ്റ് ചെയ്യുന്നതിനകത്ത്, കോൺഗ്രസിനെ റിജുവനേറ്റ് ചെയ്യുന്നതിനകത്ത് ഈ ഭാരത് ജോഡോ യാത്ര വലിയൊരു റോൾ വഹിച്ചു. അതുമാത്രമല്ല, പാർട്ടി പ്രവർത്തകർക്കൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ, അവരെ ഗാൽവനൈസ് ചെയ്യുന്ന രീതിയിലൊക്കെ രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു ലീഡറായിട്ട് അദ്ദേഹം എമർജ് ചെയ്തു. അതുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്താണ്? കോൺഗ്രസിൽ 2014 നിന്നും 19 നിന്നും ഭിന്നമായിട്ട് ഇന്ത്യയിലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസിലൊരു പ്രതീക്ഷ അർപ്പിക്കുകയും കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ടൊരു മുന്നണി ഫോർമേഷൻ ഉണ്ടാക്കുകയും ആ മുന്നണി വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് BJPയുടെ മുന്നേറ്റത്തെ പ്രതിരോധിക്കാം എന്ന് ആലോചിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് ഭാരത് ജോഡോ യാത്രയുടെ ഇമ്പാക്റ്റ് തന്നെയാണ്. അതിനുശേഷമാണ് ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുന്നൊരു മുന്നണി രൂപപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിച്ചു വന്ന സംസ്ഥാനങ്ങളൊന്ന് പരിശോധിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ, ഈ ഭാരത് ജോഡോ യാത്രയും ഭാരത് ന്യായ് യാത്രയും കടന്നുപോയ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഇപ്രാവശ്യം നേട്ടമുണ്ടാക്കി എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ഓഫ് കോഴ്സ് കഴിഞ്ഞ പ്രാവശ്യവും കോൺഗ്രസിന് തന്നെയായിരുന്നു നേട്ടമെന്ന് പറയാം. ഇപ്പോൾ തമിഴ്നാട്ടിൽ 39 സീറ്റുകളിൽ കഴിഞ്ഞ പ്രാവശ്യം അവർ ആകെ ജയിച്ചത് 8 സീറ്റുകളിലാണ്. 9 സീറ്റുകളാണ് അവർ മത്സരിച്ചത്, 8 സീറ്റുകളിൽ അവർ ജയിച്ചു. നിശ്ചയമായും അതൊരു DMK തരംഗത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം അവർ 9 സീറ്റും
ജയിച്ചു. കർണാടകത്തിൽ എന്താ സംഭവിച്ചത്? കർണാടകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിനുള്ള 1 സീറ്റാണ്. ഇപ്രാവശ്യം അവർക്ക് 9 സീറ്റുണ്ട്. കോൺഗ്രസിന് മാത്രം 9 സീറ്റുണ്ട്. അതുപോലെ തന്നെ തെലുങ്കാനയിൽ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് 3 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം അവർക്ക് 8 സീറ്റുണ്ട്. എന്ന് മാത്രമല്ല, ഭാരത് ജോഡോ കടന്നുപോയി കർണാടകയും അതേപോലെ തന്നെ തെലുങ്കാനയും 2 സംസ്ഥാനങ്ങളും ആ തിരഞ്ഞെടുപ്പിൽ പിടിച്ചു കോൺഗ്രസ്. അങ്ങനെ ഒരു ഫൈറ്റ് രൂപപ്പെടുന്നു. അത് തെക്കേ ഇന്ത്യയിൽ നിന്ന് രൂപപ്പെടുന്നു. ഇനി അങ്ങോട്ടേക്ക് പോയാൽ ഇപ്പോൾ ജാർഖണ്ഡിൽ ആകെ ഉണ്ടായിരുന്നത് 1 സീറ്റാണ്. ജാർഖണ്ഡിൽ 2019 അതിപ്രാവശ്യം 2 സീറ്റായിട്ട് ഉയർന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഹാറിൽ 1 സീറ്റാണ് ഉണ്ടായിരുന്നത്, 3 സീറ്റായിട്ട് ഉയർന്നിട്ടുണ്ട്. UP ഏറ്റവും വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കി 1 സീറ്റാണ് ഉണ്ടായിരുന്നത്, റായ്ബറേലി മാത്രം. കഴിഞ്ഞ പ്രാവശ്യം അമേഠി തോറ്റു രാഹുൽ ഗാന്ധി. അവിടെ 6 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. എന്ന് മാത്രമല്ല 10% അവരുടെ വോട്ട് ഷെയർ ഉയരുകയും ചെയ്തു. അതേപോലെ തന്നെ ഹരിയാന 10 സീറ്റും കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് ആയിരുന്നു, 0 കോൺഗ്രസിൻ്റെ നില. ഹരിയാനയിൽ 5 സീറ്റ് കോൺഗ്രസ് നേടി എന്നുള്ളതാണ്. രാജസ്ഥാൻ നിശ്ചയമായും വലിയ അട്ടിമറി നടന്നു, അല്ലേ? 1 സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല, 0 8 സീറ്റ് കിട്ടി രാജസ്ഥാനിൽ. അതേപോലെ ഗുജറാത്തിൽ 2009 ശേഷം 1 സീറ്റിൽ വിജയിച്ചിട്ടില്ല പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. ആ കോൺഗ്രസിന് 1 സീറ്റ് ഗുജറാത്തിൽ കിട്ടി. ആരുടെയും? അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും സംസ്ഥാനത്ത്. ഇവിടെ കൂടിയൊക്കെ പിന്നെ ഈ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര, ന്യായയാത്രകൾ കടന്നുപോയി. എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ അത്ഭുതം സംഭവിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. 13 സീറ്റുകളാണ് കോൺഗ്രസിന് കിട്ടിയത്. ഇന്ന് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ഏതാ? ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ പാർട്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന പിന്നെ കോൺഗ്രസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം 2019 കോൺഗ്രസിന് എത്ര സീറ്റാണ് ഉള്ളത്? 1 സീറ്റാണ് ഉള്ളത്. 13 സീറ്റുകളാണ് കോൺഗ്രസിന് പിന്നെ ഇപ്രാവശ്യം അവിടെ ലഭിച്ചത്. ഇനി നമുക്ക് ആ ന്യായയാത്ര പോയ വഴിയൊന്ന് നോക്കാമല്ലോ. അവിടെ നോക്കുമ്പോൾ നോർത്ത് ഈസ്റ്റിൽ വലിയ മുന്നേറ്റമാണല്ലോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന പിന്നെ BJP. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ന്യായയാത്ര കടന്നുപോയ 7 ലോക്സഭാ മണ്ഡലങ്ങളിൽ 6 ലോക്സഭാ മണ്ഡലങ്ങളിലും പിന്നെ കോൺഗ്രസ് വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പം മണിപ്പൂരിലെ 2 സീറ്റ്, ഇന്നർ മണിപ്പൂറും ഔട്ടർ മണിപ്പൂറും. അതേപോലെ തന്നെ നാഗാലാൻഡിൽ 25 വർഷങ്ങൾക്ക് ശേഷം, 25 വർഷങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ള. അവിടെ നാഗാലാൻഡിൽ 1 സീറ്റേ ഉള്ളൂ, ആ സീറ്റ് കിട്ടി. അതേപോലെ തന്നെ ജോർഹട്ട്, ധുംറി, ഇങ്ങനെയൊക്കെയല്ല നാഗൌൻ, ഈ പറയുന്ന 7 മണ്ഡലങ്ങളും 7 മണ്ഡലങ്ങളിൽ 6 മണ്ഡലങ്ങളും കോൺഗ്രസ് പിടിച്ചു എന്നുള്ളതാണ് നോർത്ത് ഈസ്റ്റിൽ. അതേപോലെ തന്നെ ആസാമിൽ അവർ 3 സീറ്റ് അവരുടെ നിലനിർത്തി. ഈ രീതിയിൽ ഭാരത് ജോഡോ യാത്ര, ഭാരത് ന്യായ യാത്രയിലൂടെ രാഹുൽ ഗാന്ധിക്ക് ആ പാർട്ടിയെ ശക്തമാക്കാനും ആ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പ്രതീക്ഷ നൽകാനും അവരെ രംഗത്തേക്കിറക്കാനും പാർട്ടി മെഷീനറി ചലിപ്പിക്കാനും അതുവഴി അതെല്ലാം വോട്ടാക്കാനും വോട്ടുകൾ സീറ്റാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് നിശ്ചയമായും രാഹുൽ ഗാന്ധിയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ കണക്ക് പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിലേക്ക് അദ്ദേഹം എത്തിച്ചേരാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരിക്കുന്നു. നോക്കൂ, ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്ത് പിന്നെ വലിയ അഴിമതി കേസുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ജയിലിൽ ഇടാതെ പോയൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഈ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും 48 മണിക്കൂറാണല്ലോ ED ചോദ്യം ചെയ്തത്. പക്ഷേ വേണ്ടത്ര തെളിവുകൾ സമാഹരിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കപ്പെടാതെ പോയൊരു നേതാവാണ് രാഹുൽ ഗാന്ധി. എന്നാൽ നോക്കൂ, രാഹുൽ ഗാന്ധിക്കെതിരെ അതിശക്തമായ നിയമനീക്കങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 2019 തെരഞ്ഞെടുപ്പിൽ 2019 ജനറൽ ഇലക്ഷനാണ് കേട്ടോ, ഏപ്രിലിൽ കോലാറിൽ, കർണാടകയിലെ കോലാറിൽ നടത്തിയ മോഡി പ്രസംഗത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെതിരെ സൂററ്റിൽ ഒരു കേസ് വരുന്നത്. അപ്പോൾ പൂർണേഷ് മോഡി എന്ന് പറയുന്ന അവിടുത്തെ സൂറത്ത് വെസ്റ്റിലെ MLA അവിടെ ഒരു കേസ് കൊടുക്കുന്നു. ആ കേസിൻ്റെ മേളിൽ സൂറത്ത് കോടതി വാദം കേൾക്കുന്നു. എന്നിട്ട് 2023 മാർച്ചിൽ ഈ സൂറത്ത് കോടതി ഇദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിക്കുകയും 2 വർഷം ജയിൽവാസത്തിന് വിധിക്കുകയും ചെയ്തു. മാർച്ച് 23-ാം തീയതിയാണ് ഇത് നടക്കുന്നത്. മാർച്ച് 24-ാം തീയതി ലോക്സഭാ സെക്രട്ടറിയേറ്റ് ഡിസ്ക്വാളിഫൈ ചെയ്തു രാഹുൽ ഗാന്ധിയെ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, ഔദ്യോഗിക വസതിയിൽ നിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു. അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് ഓഗസ്റ്റിലാണ് സുപ്രീം കോടതി ഇത് സ്റ്റേ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിഞ്ഞ ഒരാളാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത്. അതായത് രാഹുൽ ഗാന്ധിയെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നീക്കവും കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നു. അതിന് ശക്തമായൊരു മറുപടിയുമായിട്ടാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ശേഷം ഇപ്പോൾ 100 സീറ്റ് കിട്ടിയാലും 80 സീറ്റ് കിട്ടിയാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി വരിക എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു മറുപടിയാണെന്നേ. അത് ഈ പറയുന്ന പ്രതിപക്ഷത്തെ ഒട്ടും തന്നെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു നേതാവിന് കൊടുക്കാൻ പറ്റുന്നൊരു നല്ല മറുപടിയാണ്. ഇപ്പം 1952 നെഹ്റു പ്രധാനമന്ത്രിയാകുമ്പോഴേ ഇന്ത്യയുടെ ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത് AK ഗോപാലനാണല്ലോ. അന്ന് കേവലം 16 സീറ്റുകൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്, അവിടെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവിടുന്ന് AK ഗോപാലിന് ഇപ്പോൾ ഒരാൾ പ്രതിപക്ഷ നേതാവായി വരണമെന്ന് ജവഹർലാൽ നെഹ്റു ആഗ്രഹിക്കുകയാണ്. അതാണ് ഈ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രാജ്യത്തൊരു പ്രതിപക്ഷ നേതാവ്
ഇല്ലാതെ ഇരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി രാഹുൽ ഗാന്ധിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ വിചാരിക്കുന്നത് ഈ ഭാരത് ജോഡോ യാത്രയിലൂടെയും ന്യായ യാത്രയിലൂടെയൊക്കെ രാഹുൽ ഗാന്ധി ഇവോൾവ് ചെയ്തും എമർജ് ചെയ്തും ഒരു വലിയ നേതാവായി മാറിയിട്ടുണ്ട്. പഴയ പപ്പു പ്രതിച്ഛായ ഇല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ജനങ്ങളുമായി ഇടപഴകുന്നതിനകത്തും ഇൻട്രാക്ട് ചെയ്യുന്നതിനകത്തും അദ്ദേഹം നരേന്ദ്രമോദിയേക്കാൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കാണിച്ചിട്ടുണ്ട്. എല്ലാ സമയത്തും ഈ യാത്രയിലുടനീളം മാധ്യമങ്ങൾക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ചില രീതികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ മുഴുവൻ ഈ യാത്രയെ തള്ളിക്കളഞ്ഞല്ലോ. ഒരു വാർത്തയും ആ മേഖലയിൽ നിന്നുണ്ടായിരുന്നില്ല, ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ഡൽഹി മെട്രോയിലൂടെ യാത്ര ചെയ്യുക, അല്ലെ തെലങ്കാനയിൽ പോയി ബസ്സിൽ കയറി യാത്ര ചെയ്യുക, അതേപോലെ തന്നെ ടെമ്പോയിൽ യാത്ര ചെയ്യുക, ഈ രീതിയിലൊക്കെ റായ്ബറിയിൽ പോയിട്ട് മുടി വെട്ടുക, ഇതൊക്കെ പല സമയത്ത് പല രീതിയിൽ കളിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ജനങ്ങളുമായി സംവദിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹം മാറി. ആ സമയത്ത് അപ്പുറത്ത് നോക്കണം, നരേന്ദ്രമോദി ഒരു വൈറ്റ് ടീഷർട്ട്, ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന ഏറ്റവും ഈ മുഴുവൻ സമയവും അയാൾ യാത്ര ചെയ്തത്. അപ്പുറത്ത് എന്താ പറയുക, നമ്മൾ സൂട്ട് ബൂട്ട് സർക്കാർ എന്ന് പറയുന്ന കണക്ക് വളരെ കൃത്യമായി അണിഞ്ഞൊരുങ്ങി വരുന്ന നരേന്ദ്രമോദി. അദ്ദേഹത്തിന് അവൈലബിൾ അല്ല, മീഡിയയ്ക്ക് അവൈലബിൾ അല്ല. അദ്ദേഹം വ്യവസായികളുടെ പരിപാടികൾ മാത്രമേ പങ്കെടുത്ത് പിന്നെ വിദേശ നേതാക്കൾക്ക് മാത്രമേ കെട്ടിപ്പിടിക്കുകയുള്ളൂ. രാഹുൽ ഗാന്ധി എങ്ങനെയായിരുന്നു യാത്ര ചെയ്തത്? കുട്ടികളെ കെട്ടിപ്പിടിക്കുന്നു, സ്ത്രീകളെ കെട്ടിപ്പിടിക്കുന്നു, പ്രായമായവരെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാക്കിയ ഒരു പ്രധാനപ്പെട്ട നേതാവായി എമർജ് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിവാർഡാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന 100 സീറ്റ് 101 സീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിശ്ചയമായും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവ് ഉണ്ടാകുമ്പോൾ തന്നെ അതായി പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് ഒരു വലിയ സ്കാം അദ്ദേഹം തുറന്നു വിട്ടു, അല്ലേ? വലിയ 38 ലക്ഷം കോടി രൂപയുടെ ഓഹരി കുംഭകോണമാണ് നടന്നിരിക്കുന്നതെന്നും അത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണെന്നും അദ്ദേഹം പ്രതിപക്ഷ നേതാവാകുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തൊരു ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി അന്വേഷിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഒരു പെർഫോമിംഗ് ഒപ്പോസിഷൻ ലീഡറായിട്ട് രാഹുൽ ഗാന്ധി മാറുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പെർഫോമിംഗ് ഒപ്പോസിഷൻ ലീഡറിനെയാണ് ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇന്ത്യക്ക് ആവശ്യം. അത് രാഹുൽ ഗാന്ധി അതിന് മികച്ച കാൻഡിഡേറ്റാണ്. അദ്ദേഹം അങ്ങനെ പെർഫോം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. ഓക്കെ, സ്മൃതി. തിളങ്ങുമെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. ഉയർത്തെഴുന്നേറ്റ കോൺഗ്രസ് മാറി വന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തുന്നപ്പോൾ 2014 ശേഷം ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നില്ല, 10% സീറ്റുള്ള ഒരു പാർട്ടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. അതിൽ നിന്ന് തന്നെ പ്രതിപക്ഷം തന്നെ മൊത്തത്തിൽ ശക്തമായി വരുന്ന ഒരു സംവിധാനത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഒരുപാട് മാറുകയാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവിന് ഏതൊക്കെ തരത്തിൽ ഉയർന്നു വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിവൈകാരികമായി പ്രതികരിക്കുന്ന, തോറ്റാൽ പിന്നെ കുറേ കാലത്തേക്ക് കാണാതാവുന്ന രാഹുൽ ഗാന്ധി, ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നൊക്കെ പിന്നീട് മാറും. നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ 2 യാത്രകൾ, ആ യാത്രകൾ തന്നെയാണ് കോൺഗ്രസിനെയും മാറ്റിമറിച്ചത്. അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ഒരു നേതാവ് എത്തിയിരിക്കുന്നു, ഞങ്ങളുടെ തോളിൽ കൈയിട്ട് ഞങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് ഒരു നേതാവ് സംസാരിക്കുന്നു എന്നൊരു തോന്നൽ എല്ലായിടത്തും, സ്ത്രീകളും കുട്ടികളുമൊക്കെ പലയിടത്തും റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീകൾ വന്ന് അദ്ദേഹത്തോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ കണ്ടത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓരോ രാജ്യത്തെ ഓരോ ഭാഗത്തെയും ജനങ്ങൾക്ക്, പട്ടിണിപ്പാവങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് ഓരോന്നും കേൾക്കുകയും അത്രയും സമയമെടുത്ത് കിലോമീറ്ററുകളോളം താണ്ടി അങ്ങനെ സഞ്ചരിച്ചൊരു നേതാവ് ഈ കാലത്തൊന്നും നമ്മുടെ രാജ്യത്തില്ല. അപ്പോൾ ഒരു തവണയല്ല 2 തവണ കാണാത്ത മേഖലകളിൽ 2ാം തവണയും യാത്ര നടത്തി. അപ്പോൾ 2ാമത്തെ യാത്രയായപ്പോഴേക്കും ആദ്യത്തെ യാത്ര പോലെ അത്ര വലിയ യാത്രയല്ല എന്ന വിമർശനങ്ങളൊക്കെ ഒരു വശത്ത് ഉയരുന്നുണ്ട്. പക്ഷേ അത് രാഹുൽ ഗാന്ധി തന്നെ നടത്തിയ യാത്രയായത് നന്നായി എന്ന് വേണം മനസ്സിലാക്കാൻ. ആ നിലയ്ക്ക് ആ നേതാവ് തന്നെ സ്വയം നവീകരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കേട്ടത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ മേഖലയിലും എത്രത്തോളം കോൺഗ്രസിന് വോട്ട് ഉയർന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടാണ്. അങ്ങനെ മാറി വന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാവെ നമുക്ക് രാഹുലിനെ, അങ്ങനെ സ്ഫുടം ചെയ്തെടുത്ത ഒരു രാഷ്ട്രീയ നേതാവായി രാഹുലിനെ കാണാം. അപ്പുറത്ത് ഏറ്റവും അധികം വർഗീയതയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്ന നേതാവാണ് അപ്പുറത്തുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വിധി തന്നെ നോക്കൂ, മോദിയേക്കാൾ ഇരട്ടി വോട്ടുകൾ മത്സരിച്ച് രണ്ടിടത്തും അദ്ദേഹം നേടിയെന്നുള്ളത് എത്രത്തോളം ജനം അദ്ദേഹത്തെ സ്വീകരിച്ചു എന്നുള്ളതാണ്. ഈ പ്രചാരണ കാലത്ത് എന്താണ് മോദി പറഞ്ഞുകൊണ്ടിരുന്നത്? പേടിച്ചോടുകയാണ്, ഇവിടെ തോക്കുമെന്ന് തോന്നിക്കൊണ്ട് അവിടേക്ക് പോകുന്നു, ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ തോക്കുമെന്ന് വിളിച്ചു അവിടെ പോകുന്നു. അപ്പോൾ 2 വശത്തും ആ രീതിയിലാണ് മോദി പ്രചാരണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ വിദ്വേഷത്തെ ജനം വെറുക്കുന്നു, വെറുപ്പിൻ്റെ രാഷ്ട്രീയത്തെ ജനം വെറുക്കുന്നു എന്ന് കാണിച്ചെന്ന തെരഞ്ഞെടുപ്പാണ്. ഞങ്ങളാണല്ലോ ഭൂരിപക്ഷം നേടിയത്, എന്നിട്ടും ഇവരെന്താണ് ഈ പറയുന്നത്? ഇന്നലത്തെ മോദിയുടെ പ്രസംഗമൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇന്നലെ മോദി പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, പാർലമെൻറ്റിൽ ഡിബേറ്റുകൾ ഉണ്ടായിരുന്നില്ല, ഡിബേറ്റുകളൊക്കെ ഇനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ടാണ് ഡിബേറ്റുകൾ ഉണ്ടാകാതിരുന്നത്? ഡിബേറ്റുകൾ നടത്താതെ എത്ര പ്രധാനപ്പെട്ട ബില്ലുകൾ പാസ്സാക്കിയിരിക്കുന്നു, എത്ര ചർച്ചകൾ നടക്കേണ്ട ബില്ലുകൾ സ്വയം അങ്ങ് പാസ്സാക്കിയിരിക്കുന്നു, എത്ര തവണ പാർലമെൻറ്റിൽ ഈ പ്രധാനമന്ത്രി വന്നിട്ടുണ്ട്. ഇനി അങ്ങനെയല്ല, വരേണ്ടി വരും എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് ഇനി ഡിബേറ്റുകൾ നടക്കും. പ്രതിപക്ഷത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന മട്ടിൽ അദ്ദേഹം വ്യാഖ്യാനിച്ചത്. പക്ഷേ നമുക്കറിയാം എങ്ങനെയാണ് കാര്യങ്ങൾ നടന്നിട്ടുള്ളതെന്ന്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഓരോ വിഷയത്തിലും ഇടപെടുന്ന രീതി, അതിനോട് പ്രതികരിക്കുന്ന രീതി, അപ്പുറത്ത് ഈ വ്യക്തിപരമായി തന്നെ ആക്രമിക്കുന്ന രീതി ഉണ്ടാകുമ്പോഴും
തിരിച്ച് എത്ര മാന്യമായിട്ടുള്ള മറുപടികളാണ്, മാന്യമായ പ്രതികരണങ്ങളാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്, രാജ്യത്തെ യുവാക്കൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് വിധിക്ക് ശേഷം നമുക്കറിയാം എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുവിധം എല്ലാ തരത്തിലും പ്രചാരണങ്ങൾ ഒരു BJPക്ക് വേണ്ടി ഒരു വിങ് തന്നെ പ്രവർത്തിക്കുന്നു. ആ രൂപത്തിൽ അവരുടെ മാത്രം വേർഷൻ മാത്രം കേട്ടുകൊണ്ടിരുന്നൊരു കാലം. പക്ഷേ വിധി വന്ന ശേഷം ധൈര്യം വരികയും പലരും പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ ഇത്രയധികം പിന്തുണ ഇവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയുന്ന, പ്രതിപക്ഷത്തിന് പിന്തുണയുണ്ടായിരുന്നു. ശരിയാണ് പറഞ്ഞത്, മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നില്ല, ഗോദി മീഡിയ ആയിരുന്നു, മോദിക്ക് ഇഷ്ടമുള്ളവർ തന്നെ നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നടത്തുന്ന അദാനിയുടെ സ്ഥാപനങ്ങളൊക്കെയാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ആശ്രയിക്കാതെ സ്വയമേവ കോൺഗ്രസ് തന്നെ അവരുടേതായ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അത് ആളുകളിലേക്ക് കൃത്യമായി എത്തിയിരിക്കുന്നു. ഓരോ വിഷയവും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ വാർത്താസമ്മേളനം നടത്തുന്നു, അല്ലെങ്കിൽ പ്രതികരണം നടത്തുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകുന്നതിന് മുൻപ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് വിധിക്ക് തൊട്ട് 3-ാം ദിവസം തന്നെ ഒരു വലിയ അഴിമതി ആരോപണമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അതിന് തെളിവുകളൊന്നും ലഭിക്കുകയില്ലായിരിക്കും. പക്ഷേ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്ന ഘട്ടത്തിൽ ഈ വിഷയം പ്രധാനമായിട്ടും പ്രതിപക്ഷം ഉന്നയിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഒരുപാട് നേതാക്കൾ ഒരുമിക്കുന്നു, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ വ്യത്യസ്തത നിലനിർത്തുന്ന നേതാക്കൾ ഒരുമിക്കുന്നു എന്നൊരു സൗന്ദര്യം കൂടി ഇന്ത്യ മുന്നണിക്കുണ്ട്. നോക്കൂ എത്രത്തോളം പക്വത ഈ പാർട്ടിയും ഈ നേതാക്കളും കാണിക്കുന്നു ഓരോ വിഷയത്തിലും. ഇപ്പോൾ വർഗീയതയൊക്കെ ഉന്നയിക്കാവുന്ന പല വിഷയങ്ങളും, കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിഷയങ്ങളായപ്പോഴും വളരെ സൂക്ഷിച്ചിട്ടാണ് നേതാക്കളൊക്കെ പ്രതികരണം നടത്തിയിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ എന്താണ് കോൺഗ്രസ് പ്രതികരിക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അവർക്കറിയാം എവിടെ വോട്ട് പോകും, എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ ഒരു പക്വത കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നേതാക്കൾ പോകുന്നു എന്നുള്ളതാണ്. പാർലമെൻറ്റ് ഇതുവരെ കാണാത്തൊരു പാർലമെൻറ്റാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് രാഷ്ട്രീയ വേട്ട ഏറ്റുവാങ്ങിയ നേതാവാണ്. രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഈ രൂപത്തിൽ ആക്രമിക്കപ്പെട്ട ഒരു നേതാവ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. രാജ്യത്തെ പല ഭാഗങ്ങളായി കേസ് നൽകുക, അങ്ങനെ ബുദ്ധിമുട്ടിക്കുക, അത് നമ്മൾ കണ്ടതാണ്. പാർലമെൻറ്റിൽ തന്നെ അയോഗ്യനാക്കിയ നടപടിയുണ്ടാണ്. പാർലമെൻറ്റിന് അയോഗ്യരാക്കിയവരൊക്കെ തന്നെ ആ രീതിയിൽ ജനവിധി തേടി വന്നതും കണ്ടു. മുഹമ്മദ് മൊയ്ത്രയുടെ വിജയം എത്ര മനോഹരമാണ്. അപ്പോൾ അദാനിയുമായുള്ള അവിശുദ്ധ ബന്ധം അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജനങ്ങളുടെ മുന്നിലേക്ക് അറിയിക്കാൻ ആ നേതാവ് എങ്ങനെയൊക്കെ കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പഴയ രൂപത്തിലായിരിക്കില്ല പാർലമെൻറ്റ്, ഇനി പുതിയ രൂപത്തിലാകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഭരിക്കാമല്ലോ, വേണമെങ്കിൽ ഉദ്ദേശിച്ചാൽ കുറച്ച് പേരെ കൂടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഭരിക്കാമല്ലോ എന്ന് ഇന്ത്യ മുന്നണിയിൽ തന്നെ പല പാർട്ടികളും പറയുകയാണ്. സമാജ്വാദി പാർട്ടിക്ക് ആ ഒരു നിലപാടുണ്ട്, തൃണമൂലിനുണ്ട്, ഒന്ന് ശ്രമിച്ചാൽ അങ്ങനെ ശ്രമിക്കാൻ നടക്കുമെന്ന്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ശ്രമം നടത്തേണ്ടതില്ല. ഇപ്പോൾ നമ്മൾ ശക്തമായ പ്രതിപക്ഷമായി നിൽക്കുക, കാര്യങ്ങൾ ഉരുത്തിരിയും. ഇപ്പോൾ ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്ന രണ്ട് കൂട്ടരെയും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ വലിയ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കും. അതിൻ്റെ ആവശ്യമില്ല. അവർക്ക് അവിടെ നിന്ന് കിട്ടാതെ ആകുന്ന ഘട്ടത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ആ ഡിമാൻഡുകളല്ല മുന്നോട്ട് വയ്ക്കുക, ഇങ്ങോട്ട് വരേണ്ട അവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ ഭരിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ ശക്തം. അപ്പോൾ അത് ഏത് സമയത്തും സംഭവിക്കാമെന്ന് മുന്നിൽ കാണുന്നു, ആ സമയത്തിനായി കാത്തു നിൽക്കുന്നു. അപ്പോൾ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുക എന്നുള്ള ശക്തമായ തീരുമാനം നല്ലൊരു പ്രതിപക്ഷ നേതാവിനെയാണ് രാജ്യത്തിന് ലഭിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും രാഹുൽ തിളങ്ങുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഈ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നൊരു ചിത്രം 2019 മെയ് മാസം 23-ാം തീയതി ജൻപഥിൽ നിന്ന് പുറത്തിറങ്ങി അന്ന് മാധ്യമങ്ങളെ കാണാൻ വരുന്ന രാഹുൽ ഗാന്ധിയാണ്. അന്ന് രാഹുൽ ഗാന്ധി ഇട്ടിരുന്ന വേഷം ഒരു പൈജാമയും ജുബയുമാണ്. രാഹുൽ ഗാന്ധി അന്ന് വളരെ കുറച്ച് സംസാരിച്ചിട്ടുള്ളൂ, 10 മിനിറ്റിൽ താഴെ. അത് 2 കാര്യങ്ങൾ ഞാനത് ഇന്ന് ഒരിക്കൽ കൂടി കേൾക്കുകയായിരുന്നു. ഇങ്ങനെയാണ് രാഹുൽ ഗാന്ധി പറയുന്നത്: ഞാൻ ഈ തിരഞ്ഞെടുപ്പ് ആഘോഷത്തിൻ്റെ, ജനങ്ങളുടെ വിജയത്തിൻ്റെ നിറം കെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് തോറ്റു എന്നത് നിങ്ങളോട് വിശദീകരിച്ചുകൊണ്ട്. രണ്ടാമത് പറയുന്നു, പാർട്ടിയിലെ പ്രവർത്തകരോട് നിങ്ങളുടെ ആത്മവിശ്വാസം ചോർന്നു പോകരുത്, ഡരോ മത്. ഈ ഡരോ മത് എന്നുള്ളത് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി 2023 മെയ് മാസം 23-ാം തീയതി ഒരു കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഉന്നാവയിലാണ്. അവിടെ ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി അതിക്രൂരമായി അവിടുത്തെ MLA ആൽ റേപ്പ് ചെയ്യപ്പെടുമ്പോഴാണ്. പിന്നീട് നാടെങ്ങും നടക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കൗതുകകരമായ ഒരു കാര്യം, എല്ലാ ഘട്ടങ്ങളിലും യാത്രകളാണ് നേതാക്കന്മാരെ സൃഷ്ടിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ആദ്യം ഗാന്ധിജി രാഷ്ട്രീയ പ്രവർത്തനത്തിനായി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ കാണുമ്പോൾ ഗോപാലകൃഷ്ണ ഗോഖലെ കൊടുക്കുന്ന ആദ്യത്തെ ഉപദേശം എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ നിങ്ങളൊന്ന് നടന്ന് സഞ്ചരിച്ചു വരൂ, യാത്ര ചെയ്തു വരൂ എന്നാണ്. അവിടെ നിന്നാണ് വിശ്വപ്രസിദ്ധമായ ഈ തൻ്റെ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് ഗാന്ധി സമ്മതിക്കുന്നതും ഗാന്ധിയുടെ യാത്രകൾ ആരംഭിക്കുന്നതും. ഗാന്ധി പിന്നീട് നിർത്തിയിട്ടേയില്ല, ഒരിക്കലും നിർത്താത്ത യാത്രയായിരുന്നു. ഗാന്ധിയുടെ ധ്യാനം ഏതെങ്കിലും യാത്ര അവസാനിപ്പിച്ചായിരുന്നില്ല, യാത്രകളുടെ ഇടയിലായിരുന്നു ഗാന്ധിയുടെ ധ്യാനം.
ഇവിടെ രാഹുൽ ഗാന്ധിയും തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം 2019 ധ്യാനിക്കാൻ പോയില്ല. അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു, യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു. നേരത്തെ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതുപോലെ ഭാരത് ജോഡോ യാത്ര ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടതും ആഴത്തിൽ പഠിക്കേണ്ടതുമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒരുപക്ഷെ തിരഞ്ഞെടുപ്പിന് മുൻപ് ഉപ്പു സത്യാഗ്രഹ സമയത്ത് ദണ്ഡിയാത്ര നടത്തിയ ഇത് എങ്ങനെയാണോ മഹാത്മാഗാന്ധി സമാനമായ രീതിയിൽ സ്വതന്ത്ര ഭാരതത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിപ്ലവം ഉണ്ടാക്കുകയും ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് തോന്നുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്ത രണ്ട് യാത്രകളാണ് ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും. അത് രണ്ട് തരത്തിൽ രാഹുൽ ഗാന്ധിയെ കരുത്തനാക്കി എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, ഒരു പാർലമെന്ററി പാർട്ടി നേതാവ് എന്ന നിലയിൽ, ഒരു പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന രീതിയിൽ അത് രാഹുൽ ഗാന്ധിക്ക് പുതിയ ചില പ്രത്യയശാസ്ത്രങ്ങൾ നൽകി, പുതിയ ചില ആശയങ്ങൾ നൽകി. അതുവരെ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വാക്കുകൾ മുറിഞ്ഞു പോകുമായിരുന്നു, വാചകങ്ങൾ പകുതിയിൽ വെച്ച് നിൽക്കുമായിരുന്നു. കൗണ്ടർ ചോദ്യങ്ങളിൽ തൽക്കാലം എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ ഒരുപക്ഷെ പതറി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയാണ് നിങ്ങൾ കണ്ടതെങ്കിൽ അതിനുശേഷം കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണുന്നത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? ഇത് രണ്ടാമത് അദ്ദേഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തകനെ നമ്മൾ കണ്ടു, പരിണമിച്ചെത്തിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ. നേരത്തെ ഇവിടെ കണക്ക് പറഞ്ഞപ്പോൾ ഒരു കൗതുകകരമായ കണക്കുണ്ട്. 2019 തിരഞ്ഞെടുപ്പും 2024 തെരഞ്ഞെടുപ്പ് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്ര കടന്നുപോയ വഴികളിൽ എത്ര കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടെന്നറിയാമോ? ഭാരത് ജോഡോ ന്യായ യാത്ര ഒന്ന് കടന്നുപോയ വഴിയിൽ ഏകദേശം 4000 കിലോമീറ്റർ അത് പിന്നിടുമ്പോൾ 71 കോൺസ്റ്റിറ്റ്യുവൻസികളിലൂടെയാണ് അത് കടന്നുപോയത്. രണ്ടാമത്തെ യാത്ര കടന്നു പോകുന്നതാവട്ടെ 82 കോൺസ്റ്റിറ്റ്യുവൻസികളിലൂടെയും. ഈ രണ്ട് ഘട്ടങ്ങളിലെയും ഏകദേശം 153 ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഈ യാത്ര കടന്നു പോകുമ്പോൾ അവിടെ കോൺഗ്രസും സഖ്യകക്ഷികളും കൂടുതൽ നേടിയത് എത്രയാണെന്നറിയാമോ? 41 സീറ്റുകളാണ്. 153 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ 43 സീറ്റുകൾ അധികം നേടുകയാണ് കോൺഗ്രസും സഖ്യകക്ഷികളും. ആദ്യത്തെ യാത്ര നടക്കുന്ന 4000 കിലോമീറ്റർ പിന്നിട്ടുകൊണ്ട് നടക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിലെ ആകെയുള്ള 71 സീറ്റിൽ 2019 65 സീറ്റിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസിന് കിട്ടുന്നത് കേവലം 15 സീറ്റുകൾ മാത്രമാണ്. 2019 ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് മുമ്പ്. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ 15 ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചെങ്കിൽ ഇത്തവണ വിജയിക്കുന്നത് 23 മണ്ഡലങ്ങളിലാണ്. 8 കോൺസ്റ്റിറ്റ്യുവൻസികൾ കോൺഗ്രസിനോടൊപ്പം പോരുന്നു. മാത്രമല്ല കഴിഞ്ഞ തവണ മത്സരിച്ച 65 ആണെങ്കിൽ ഇത്തവണ കുറയ്ക്കുന്നു, 56. നമുക്കറിയാവുന്നതുപോലെ മൊത്തം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സഖ്യകക്ഷികൾക്ക് വേണ്ടി ഏകദേശം 78ഓളം സീറ്റുകളാണ് വിട്ടുകൊടുത്തത്. കഴിഞ്ഞ തവണ 400 സീറ്റിൽ മത്സരിച്ചു, ഇത്തവണ മത്സരിച്ചതാവട്ടെ 328 സീറ്റിലും. അവിടെ ഒത്തുതീർപ്പുകൾക്ക് വിധേയനാവുന്നൊരു രാഹുൽ ഗാന്ധിയെ നിങ്ങൾക്ക് കാണാം, ഒരു കോൺഗ്രസ് നേതൃത്വത്തെ കാണാം. അത് ഭാരത് ജോഡോ ന്യായയാത്ര നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമാണ്. നിങ്ങൾ പോയ പല മണ്ഡലത്തിലും കോൺഗ്രസ് പ്രവർത്തകരില്ല, പല മണ്ഡലങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ബൂത്ത് തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകരില്ല എന്നത് മനസ്സിലാക്കുന്ന ഗാന്ധി കൃത്യമായി തന്നെ സംഘടനാ നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത് ഒറ്റയ്ക്ക് നമുക്കൊരിക്കലും ഇന്ത്യ പിടിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അഖിലേഷ് യാദവുമായി സീറ്റ് വിഭജന ചർച്ചകൾ എല്ലാ കോംപ്രമൈസുകളുടെയും അടിസ്ഥാനത്തിൽ ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ സമാജ്വാദി പാർട്ടി വിട്ടുകൊടുക്കുന്നത് കോൺഗ്രസ്. അവിടെയാണ് ഒത്തുതീർപ്പുകളുടെ ഭാഗമായി പലയിടങ്ങളിലും, ഈവൻ വെസ്റ്റ് ബംഗാളിൽ പലതവണ ശ്രമിച്ചു പരാജയപ്പെട്ടു പോയി. പക്ഷേ നോക്കൂ, ഡൽഹിയിൽ അത് വിജയിച്ചു. ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസിന് സഖ്യം ലഭിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതിയിരുന്നോ? അതാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ ന്യായയാത്രയിലൂടെ ആർജിച്ചെടുത്ത സംഘടന രാഷ്ട്രീയത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായയാത്ര 6713 കിലോമീറ്റർ. ആ യാത്രയിൽ ഏകദേശം കവർ ചെയ്തത് 82ഓളം ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസി. 2019 മത്സരിച്ചത് 49 ഇടങ്ങളിൽ, വിജയിച്ചത് 71 ഇടങ്ങളിൽ, വിജയിച്ചതാവട്ടെ കേവലം 6 ഇടങ്ങളിൽ മാത്രമാണ്. 71 ഇടങ്ങളിൽ മത്സരിച്ച് 6 ഇടങ്ങളിൽ വിജയിച്ച രാഹുൽ ഗാന്ധി ഇക്കുറി മത്സരിച്ചതാവട്ടെ 49 ഇടങ്ങളിൽ. വിജയം നോക്കൂ, 17 മണ്ഡലങ്ങളിലേക്ക് കൂട്ടി. അതായത് ഭാരത് ജോഡോ ന്യായയാത്രയിലിട്ടും ഭാരത് ജോഡോ ന്യായയാത്ര രണ്ടാമത്തെ ഭാരത് ജോഡോ ന്യായയാത്രയിൽ ഏകദേശം 11 സീറ്റുകളിലെ വർധനവാണ് രാഹുൽ ഗാന്ധി വരുത്തിയിരിക്കുന്നത്. ഇതൊരു ചെറിയ കണക്കല്ല. ഭാരത് ജോഡോ ന്യായയാത്ര സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ പരുവപ്പെടുത്തുന്നതിൽ എത്രമാത്രം വിജയകരമായിരുന്നു എന്നതാണ് ബോധ്യമാവുന്നത്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഭാരത് ജോഡോ ന്യായയാത്രയ്ക്ക് ശേഷം നമ്മൾ കാണുന്ന രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? ഭരണഘടനയെക്കുറിച്ച് സംസാരിക്കുന്നു. ഒരാൾ അപ്പുറത്ത് സംസാരിക്കുന്നത് മച്ഛലി മട്ടൺ മുജ്ര, മറുഭാഗത്തൊരാൾ സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധി സാമൂഹ്യ നീതിയെക്കുറിച്ചും ഒപ്പം ഭരണഘടനയെക്കുറിച്ചും നിങ്ങൾക്ക് സംവരണം ലഭ്യമാകേണ്ടതിനെക്കുറിച്ചും സ്ത്രീകൾക്ക് സ്വന്തം മാനം ഉയർത്തിപ്പിടിക്കേണ്ടതിനെക്കുറിച്ചും സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് മച്ചിലിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറുഭാഗത്ത് മനുഷ്യനെക്കുറിച്ചും സാമൂഹ്യ നീതിയെക്കുറിച്ചും സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയെ കാണുന്നു. ഈ മാറ്റം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ മിസ്സിംഗ് ആയ ഒരു എലിമെൻറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് സാമൂഹ്യ
സാമൂഹ്യ നീതിയുടെ ചാരുത എന്നതാണ്. അത് രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞു. ഓരോ പ്രസംഗങ്ങളിലും അദ്ദേഹം ആ വാക്ക് വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിച്ചു. തങ്ങൾക്കൊപ്പം നിൽക്കുന്ന വിഭാഗങ്ങളെ അദ്ദേഹം പരിഗണന കൊടുത്ത് നിർത്തി. 91-ൽ ലിബറലൈസേഷൻ നടപ്പിലാക്കിയതിനു ശേഷം കോൺഗ്രസിൻ്റെ ആശയപരമായി വന്നിരിക്കുന്ന വലിയ വ്യതിയാനമാണത്. വലിയ പോസിറ്റീവായിട്ടുള്ള മാറ്റം അതാണ്. അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്നർ മണിപ്പൂരും ഔട്ടർ മണിപ്പൂരും ഇങ്ങിപ്പോന്നു. മതേതരത്വം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഡംബരമല്ലെന്ന് മനസ്സിലാക്കി. നോക്കൂ, രാഹുൽ ഗാന്ധി അയോധ്യയിൽ സന്ദർശനം നടത്തുമോ എന്ന് നമ്മളെല്ലാവരും സംശയിച്ചിരുന്നു ഒരു ഘട്ടത്തിൽ. പക്ഷേ രാഹുൽ ഗാന്ധി അയോധ്യയിലേക്ക് പോയില്ല. പോവാതിരുന്നതിനെ വിമർശിച്ചു. പക്ഷേ ഒടുവിൽ അവിടെ എന്ത് സംഭവിച്ചു? അയോധ്യയിൽ നിന്ന് ഫൈസലാബാദിൽ ലല്ലു സിംഗ് പരാജയപ്പെട്ടു, BJP നേതാവ്. അത് തിരിച്ചറിയാനുള്ള ബോധ്യമുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധി പഴയ രാഹുൽ ഗാന്ധി ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ അവിടെ രാമക്ഷേത്രത്തിൽ പോകുന്ന ഒരു രാഹുൽ ഗാന്ധി നമ്മൾ കാണുമായിരുന്നു. അത് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന രാഹുൽ ഗാന്ധി നമ്മളത് കാണുമായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി ഈ യാത്രയിലൂടെ പഠിച്ചത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആത്മാവിനൊരു പ്രത്യയശാസ്ത്രം വേണം. ഇന്ത്യൻ ജനാധിപത്യത്തെ ട്രിഗർ ചെയ്യാൻ, ഇന്ത്യൻ ജനാധിപത്യത്തെ ചലിപ്പിക്കാൻ ഒരു ആശയം വേണം. അത് കോൺഗ്രസിന് മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ആയ ആശയത്തെ രാഹുൽ ഗാന്ധി കണ്ടെടുത്തത് ഭാരത് ജോഡോ ന്യായയാത്രയിലാണ്. മഴയത്ത്, തണുപ്പത്ത്, മഞ്ഞിൽ ആ മനുഷ്യൻ നടന്നു തീർത്ത യാത്രകളിൽ, തന്നെ വന്ന് പുണർന്ന സ്ത്രീകളിൽ, അവരുടെ യാതനകളിൽ, അവരുടെ കണ്ണുനീരിൽ ആ മനുഷ്യൻ സാമൂഹിക നീതിയുടെ, ജനാധിപത്യത്തിൻ്റെ നാനാർത്ഥങ്ങൾ വായിച്ചെടുത്ത് സ്വയം പരുവപ്പെടുത്തിയെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇക്കുറി വളരെ കരുത്തനായ രാഹുൽ ഗാന്ധിയായി വരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച 2019 മെയ് മാസം 23-ാം തീയതിയിലെ ജുബയിൽ നിന്ന് ഒരു ടീഷർട്ടിലേക്കും കൈപ്പത്തി ചിഹ്നം പതിച്ചിരിക്കുന്ന ഒരു വെള്ള ടീഷർട്ടിലേക്ക് മാറുമ്പോൾ, നരച്ച താടിയുമായി നിൽക്കുമ്പോൾ ആ മനുഷ്യനിൽ പരുവപ്പെട്ട രാഷ്ട്രീയ പരിണാമം എന്ന് പറയുന്നത് ഒരു കേസ് സ്റ്റഡിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം. ചലിച്ചു തുടങ്ങിയ മനുഷ്യൻ്റെ സംഘടനാ രാഷ്ട്രീയത്തിലും പാർലമെന്ററി രാഷ്ട്രീയത്തിലെ ആശയധാരയിലും ഉണ്ടായിരിക്കുന്ന മാറ്റമാണ്. അങ്ങനെ കരുത്താർജിച്ചിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് ഇനി നരേന്ദ്രമോദി നേരിടാൻ പോകുന്നത്. തീർച്ചയായും രാഹുൽ ഗാന്ധി തിളങ്ങും. ആദ്യത്തെ വിഷയം തന്നെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവമാണ്. എക്സിറ്റ് പോളുകളെ മുൻനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയും അമിത്ഷായെയും ഓഹരി കുംഭകോണത്തിൻ്റെ JPC പ്രോബിലേക്ക് വിട്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇനി ഒരു പോരാട്ടം തുടങ്ങാൻ പോകുന്നത്. ആ പോരാട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനത ഈ പ്രതിപക്ഷ നേതാവിനോടൊപ്പം നിൽക്കാൻ സാധ്യത കൂടുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പലപ്പോഴും നമ്മൾ കേരളത്തിൽ രാഹുൽ ഗാന്ധി വരുന്ന സമയത്ത് കേരളം രാഹുൽ ഗാന്ധിയുടെ യാത്രകളെ, രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ പലപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്, രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുമ്പോൾ പഴംപുരിയും ഉണ്ടംപുരിയും തിന്നാൻ വേണ്ടി വരുന്ന രാഹുൽ ഗാന്ധി എന്ന തരത്തിലുള്ള ട്രോളുകൾ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അതായിരുന്നു ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിരുന്നത്. എന്ത്? സാധാരണ ജനങ്ങൾക്കൊപ്പം നടക്കുന്ന, അവരോടൊപ്പം നിലയുറപ്പിക്കുന്ന, ജനങ്ങളുമായി ഇഴചേർന്നു പോകുന്നൊരു നേതാവ്. ആ പ്രതിച്ഛായയിലേക്ക് സ്വാഭാവികമായി രാഹുൽ ഗാന്ധിക്ക് ഇറങ്ങി വന്നേ മതിയാവൂ. ആ യാത്രകളും ആ കടയിൽ പോയുള്ള ചായ കുടിയുമൊന്നും ഒരു വലിയ PR വർക്കിൻ്റെ ഭാഗമായി സൃഷ്ടിച്ചെടുത്ത കപടനാടകമായിരുന്നില്ല. അത് യാത്രകളിലൂടെ പരുവപ്പെട്ടു വന്നൊരു സ്വാഭാവികമായ രാഷ്ട്രീയമാണ്. അത് രാഹുൽ ഗാന്ധിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ രാഹുൽ ഗാന്ധിയെ പപ്പുവിൻ്റെ ഇമേജിൽ നിന്ന് രക്ഷിച്ചെടുത്തത് ഈ യാത്രകളാണ് എന്നതുകൂടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ എക്കാലത്തും ഇത്തരം രാഷ്ട്രീയ യാത്രകൾ വലിയ വിപ്ലവകരമായ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. അങ്ങനൊരു വിപ്ലവകരമായ ലക്ഷ്യം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതിപക്ഷ നേതൃസ്ഥാന പദവി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും രാഹുൽ ഗാന്ധി പാർലമെന്റിൽ കൂടുതൽ കരുത്തുള്ള ഒരു പ്രതിപക്ഷ നേതാവാകും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എം വി നികേഷ് കുമാർ. നോക്കൂ ഡോക്ടർ അരുൺ, നാളെ നമ്മൾ ഈ സമയം സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ 3-ാം എഡിഷൻ അധികാരത്തിലേറിക്കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ നാസി ഭരണകാലത്തെ സൂചിപ്പിക്കുന്ന തേർഡ് റേജ് എന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായി തന്നെയാണ് നമ്മൾ ഈ ഘടകകക്ഷികളുള്ള NDAയുടെ സഹായത്തോടു കൂടി വരുന്ന നരേന്ദ്രമോദി 3-ാം സർക്കാരിനെ കാണേണ്ടത് എന്നുള്ളതാണ്. ആ ഒപ്രസീവായിട്ടുള്ള മെഷീനറി അതേപോലെ തുടരുന്നു. ഇപ്പോൾ നിതീഷ് കുമാർ ആയാലും നായിഡു ആയാലും നരേന്ദ്രമോദി ഇക്കാലഘട്ടത്തിൽ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തന്നെ നുഴഞ്ഞുകയറ്റക്കാരെന്നും അല്ലെങ്കിൽ പെറ്റുകൂട്ടുന്നവരുമെന്നും ഒക്കെ വിളിച്ച് ഈ രാജ്യത്തെ തന്നെ അപമാനിച്ചിരുന്നല്ലോ. ആ പ്രസ്താവനകളൊന്നും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടല്ല BJPയോടൊപ്പം ചേർന്നിരിക്കുന്നത്. ആ പറയുന്ന ഒരു ഒപ്രസീവായിട്ടുള്ള, ഒരുപക്ഷെ നമ്മളൊക്കെ വെറുത്തുകൊണ്ടിരുന്ന ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി കൊതിയോടുകൂടി വരുന്ന 2 പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓരോ തരത്തിലുള്ള വൈഷമ്യവും അവർക്ക്. നോക്കൂ, 6 മാസം മുമ്പല്ലേ ഇതേ നിതീഷ് കുമാർ പറഞ്ഞത് ഇയാൾ അധികാരത്തിൽ തുടർന്നാൽ രാജ്യം ഇല്ലാതാകുമെന്ന്. അപ്പോൾ അതേ ഭരണകൂടത്തിൽ തന്നെ യാതൊരു ഉളുപ്പുമില്ലാതെ കയറി ചെല്ലാൻ ഈ നായിഡുവിനും നിതീഷ് കുമാറിനും സാധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് തേർഡ് റീച്ചിൻ്റെ റിപ്പറ്റീഷനോ അല്ല, തുടർച്ച എന്നുള്ള നിലയിൽ മാത്രമാണ്.
ഇന്ത്യ ബ്ലോക്ക് സർക്കാർ രൂപീകരിക്കാൻ ഇന്ന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല, എന്നാൽ നാളെ ഉന്നയിച്ചുകൂടാ എന്നില്ല എന്നാണ് മമതാ ബാനർജിയുടെ സ്റ്റേറ്റ്മെൻറ്റ്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. 18ാം ലോക്സഭാ കാലഘട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയും എന്നാണ് മമതാ ബാനർജി പറഞ്ഞത്. അങ്ങനെ പറയുന്ന ഒരു പ്രതിപക്ഷ നേതൃത്വത്തിൻ്റെ തലപ്പത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത്. ഒരു പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്നുള്ളതാണല്ലോ ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റം അനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത്. ഞാൻ ആദ്യം രാഹുൽ ഗാന്ധിക്ക് മുമ്പിലുള്ള വെല്ലുവിളികൾ പറയാം. നോക്കൂ, നമ്മളൊക്കെ പാർലമെൻറ്റ് കവർ ചെയ്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ അവർ കഴിഞ്ഞാൽ 0 ഓവറിലേക്ക് പോകും. 0 ഓവറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ രാജ്യത്ത് അന്ന് അല്ലെങ്കിൽ ആ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിഷയങ്ങൾ നോട്ടീസ് ഇല്ലാതെ പ്രതിപക്ഷ നേതാവിന് അവതരിപ്പിക്കാൻ കഴിയുന്നതാണ്. രാജ്യം ഉറ്റുനോക്കുന്ന വിഷയങ്ങളായിരിക്കും. സാധാരണഗതിയിൽ ഇപ്പോൾ സാധാരണ ഒരു അംഗമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ സ്പീക്കറിന് അത് നോട്ടീസ് ഇല്ലാത്തതാണ്, സർക്കാർ അതിന് തയ്യാറല്ല. അക്കാര്യത്തിൽ സ്പീക്കറിന് പെട്ടെന്ന് നിഷേധിക്കാം, ആ അവസരം നിഷേധിക്കാം. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം എഴുന്നേറ്റ് നിന്നാൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയും. അത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പാർലമെൻറ്റേറിയൻ ആണോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധി അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നോക്കൂ, അവിശ്വാസ പ്രമേയ ഘട്ടത്തിൽ പോലും രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് നമ്മൾ അനലൈസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുള്ളതാണ് അല്ലേ. രാഹുൽ ഗാന്ധിക്ക് ചില വിഷയങ്ങളിലാണ് പ്രത്യേകിച്ച് താല്പര്യം. ആ വിഷയങ്ങളിലാണ് രാഹുൽ ഗാന്ധി കൂടുതലായി ഊന്നിപ്പോകാറുള്ളത്. ഇപ്പോൾ ഈ 0 ഓവറിലൊക്കെ ഉന്നയിക്കുന്ന ഒരുപക്ഷെ അതിപ്രധാനമായിട്ടുള്ള വിഷയങ്ങളുടെ രാഷ്ട്രീയവും നിയമപരവുമായ വശം, അതിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആംഗിളുകൾ, അതൊക്കെ സമഗ്രമായി അവതരിപ്പിക്കാനുള്ള ശേഷി ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്കുണ്ടോ എന്നുള്ളത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയുടെ എല്ലാ പാർലമെൻറ്റ് പ്രസംഗങ്ങളും നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വീക്ഷിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല, രാഹുൽ ഗാന്ധി അന്നേരം ഒരു കോൺഗ്രസ് നേതാവല്ല. നേരത്തെ അവിശ്വാസ പ്രമേയ ഘട്ടത്തിലൊക്കെ സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു കോൺഗ്രസിൻ്റെ സ്പീക്കർമാരിൽ ഒരാളാണ്. ഇനി അങ്ങനെയല്ല. കോൺഗ്രസിൻ്റെ ആകെ നേതാവ് എന്നുള്ള നിലയിലല്ല, അതിനപ്പുറത്തേക്ക് 234 അംഗ പ്രതിപക്ഷത്തിൻ്റെ നേതാവാണ് എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ, ആം ആദ്മി പാർട്ടിയുടെ, എന്തിന് ഇന്ത്യ ബ്ലോക്കിനോടൊപ്പവും എൻ ഡി എയോടൊപ്പവും പോലും ഇല്ലാത്ത പ്രതിപക്ഷത്തുള്ള മറ്റുള്ളവരുടെ കൂടി നേതാവാണ് രാഹുൽ ഗാന്ധി. അവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ വിഷയങ്ങൾ കൂടി സമഗ്രമാക്കി അവതരിപ്പിക്കാനുള്ള ശേഷി ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പാർലമെൻറ്റേറിയനുണ്ട്. രാഹുൽ ഗാന്ധി ഒരു നല്ല ഒറേറ്ററൊന്നുമല്ല. രാഹുൽ ഗാന്ധി ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രത്യേക താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രം ഊന്നുന്ന, ഇപ്പോൾ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയും ഒക്കെ വിടാം. രാജീവ് ഗാന്ധിയുടെ കാര്യത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? രാജീവ് ഗാന്ധി VP സിംഗ് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു നന്ദിപ്രമേയ ചർച്ചയിൽ 2.5 മണിക്കൂർ നീളത്തിലുള്ള പ്രസംഗമാണ് നടത്തിയത്. ആ 2.5 മണിക്കൂർ നീളുന്ന പ്രസംഗം VP സിംഗ് എന്ന പ്രധാനമന്ത്രി അന്ന് തലകുനിച്ചിരുത്തിയിരുന്നു. എന്നുവെച്ചാൽ 5 വർഷത്തെ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ടാണ് അന്ന് രാജീവ് ഗാന്ധി തൻ്റെ വ്യത്യസ്ത വിഷയങ്ങളിലുള്ള അറിവ് ആ പ്രസംഗത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലയ്ക്കുള്ള ഒരു പാർലമെൻ്ററി ബോധം യഥാർത്ഥ ഒരു ഭരണാധികാരിയായിരുന്നില്ല രാഹുൽ ഗാന്ധി. കൃത്യമായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോയിട്ടില്ല രാഹുൽ ഗാന്ധി. അതിൻ്റെയൊക്കെ കുറവ് ഒരു പാർലമെൻറ്റേറിയൻ എന്നുള്ള നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാകുമോ എന്നുള്ള സംശയം പ്രാഥമികമായ ഒരു വെല്ലുവിളിയായിട്ടാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത്. രാഹുൽ ഗാന്ധി ആ വെല്ലുവിളി ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് വന്നാൽ, നോക്കൂ, സാധാരണഗതിയിൽ നമ്മളൊരു ക്രിക്കറ്റ് മാച്ച്, ലോകകപ്പ് മത്സരം കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനലിൽ ജയിക്കുന്ന ടീമിൽ നിന്നായിരിക്കില്ല മാൻ ഓഫ് ദ മാച്ച് ആകണമെന്നില്ല. മാൻ ഓഫ് ദ മാച്ച് ഒരുപക്ഷെ തോൽക്കുന്ന ടീമിൽ നിന്നായിരിക്കും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം തോൽക്കുന്ന ടീമിലെ അംഗമായിരുന്നിട്ട് പോലും ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ ഇലക്ഷൻ്റെ 2024 18ാം ലോക്സഭയിലുള്ള ഇലക്ഷൻ്റെ മാൻ ഓഫ് ദ മാച്ച് എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. നേരത്തെ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ ഭാരത് ജോഡോ യാത്ര, ന്യായ് യാത്ര, അതിലൂടെ BJP അടിച്ചേൽപ്പിച്ച പേരാണല്ലോ പപ്പു എന്ന് പറയുന്നത്. ആ പപ്പു ഇമേജ് അതിജീവിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത്. കാരണം ഇന്ന് നമ്മൾ ചരിത്രത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്ത് ഇങ്ങനൊരു പൊളിറ്റിക്കൽ മെഷീനറി, BJPയുടേതുപോലൊരു പൊളിറ്റിക്കൽ മെഷീനറി ലോകത്തെവിടെയില്ല. മുൻകാലങ്ങളിൽ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ മാവോയിസ്റ്റ് ചൈനയിലാണ്
അത്രയും എല്ലാ സിസ്റ്റത്തിനെയും നിയന്ത്രിച്ച് നിർത്തിയ ഒരു പൊളിറ്റിക്കൽ മെഷീനറി ഉണ്ടായിരുന്നത് എന്ന്. സമാനമായ രീതിയിലുള്ള ഒരു പൊളിറ്റിക്കൽ മെഷീനറിയാണ് യഥാർത്ഥത്തിൽ. അതിൽ നിന്നാണ് ഈ പറയുന്ന പപ്പു ഇമേജ് ഉണ്ടായത്. ആ പപ്പു ഇമേജിനെയാണ് അതിജീവിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ആ പറയുന്ന പൊളിറ്റിക്കൽ ഫോർമിഡേഷൻ അല്ലെങ്കിൽ ഫോർമിഡബിൾ ആയിട്ടുള്ള അത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ മെഷീനെ തോൽപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും തൻ്റെ പാർട്ടിയെ 101 ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും രാഹുൽ ഗാന്ധിയുടെ നേതൃപദവിയെ സാധൂകരിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്ന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകുമ്പോൾ മറ്റേത് കക്ഷിയിൽ നിന്നും സാധാരണഗതിയിൽ രാഹുൽ ഗാന്ധി ഇപ്പോൾ നമ്മൾ ഈ സമീപകാലത്ത് കണ്ടത് എന്താണ്, കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കണ്ട കാര്യം എന്താണ്, സോണിയാഗാന്ധി നേതൃത്വത്തിൽ വരുമ്പോൾ ഉടനെ വിദേശ ഇമേജ് വരുന്നു. രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരുമ്പോൾ പപ്പു ഇമേജ് വരുന്നു, അല്ലെങ്കിൽ പാതി വിദേശിയാണ് എന്ന് പറയുന്നു. ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും നമ്മൾ കേൾക്കുന്നില്ലല്ലോ, എവിടെയും ഒന്നും കേൾക്കാനില്ല. അപ്പോൾ ആർക്കും ഒരു സംശയമില്ല, രാഹുൽ ഗാന്ധി അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യ ബ്ലോക്കിൽ നിന്ന് മാത്രമല്ല, അതിനും പുറത്തുള്ള പ്രതിപക്ഷ സ്വതന്ത്ര അംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ചെറിയ പാർട്ടികളിൽ നിന്നോ പോലും രാഹുൽ ഗാന്ധിക്കൊരു എതിർപ്പും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ രാഹുൽ ഗാന്ധി ആ അവസരം ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നോക്കൂ, ചരിത്രം കണ്ട ഏറ്റവും വലിയ തിരിച്ചുവരവിനാണ് 2024 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കളമൊരുക്കിയിരിക്കുന്നത്. അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത്. ഇനി ആ സ്ക്രിപ്റ്റിനനുസരിച്ച് കഴിഞ്ഞിട്ടില്ല, ഇനി ആ സ്ക്രിപ്റ്റിനനുസരിച്ച് പ്രവർത്തിക്കണം. ആ പ്രവർത്തിക്കാനുള്ള 5 വർഷമാണ് യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്നത്. ആ 5 വർഷം രാഹുൽ ഗാന്ധി എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തോളിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യത്തിലെ സുവർണ കാലഘട്ടമായിരിക്കും 2024-29 എന്ന കാര്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വിജയം ഒരു അധികാരത്തിലേക്കുള്ള ചവിട്ടുപടിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള കൺവേർട്ട് ചെയ്യാനുള്ള അവസരമാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സാധാരണ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാഴ്ച പോലെ സാധാരണ ഒരു രാഷ്ട്രീയക്കാരനായിട്ടല്ല കാണുന്നത്. അദ്ദേഹത്തിൻ്റെതായ രീതികളുണ്ട്. കേംബ്രിഡ്ജ് എഡ്യൂക്കേറ്റഡ് ആണ്, സർട്ടിഫൈഡ് സ്കൂബ ഡ്രൈവറാണ്, അദ്ദേഹം ഒരു ട്രെയിൻഡ് പൈലറ്റാണ്. ആ നിലയിൽ വ്യത്യസ്തമായ മേഖലകളിൽ ഇപ്പോൾ ഉണ്ടംപൊരിയും ഇതൊന്നും അല്ലല്ലോ, അതിനപ്പുറം പൊറോട്ടയൊന്നും അല്ലല്ലോ, അതിനപ്പുറത്തേക്ക് ഇത്തരം മേഖലകളിൽ ഒരു ട്രെയിൻഡ് പൈലറ്റാണ് അദ്ദേഹം, സർട്ടിഫൈഡ് സ്കൂബ ഡ്രൈവറാണ് അദ്ദേഹം, കേംബ്രിഡ്ജ് എഡ്യൂക്കേറ്റഡ് ആണ് അദ്ദേഹം. ഇതൊന്നും നമ്മുടെ മുന്നിലേക്ക് അധികം വരുന്നില്ല, നമ്മളധികം ട്രോളുകൾ മാത്രം പരിചയിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇത്തരം കഴിവുകളുള്ള, അതേസമയം മറുപക്ഷത്തോ നമുക്കറിയാം എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് ആണല്ലോ. അപ്പോൾ ഇത്തരം കഴിവുകൾ കൂടി തൻ്റെ ഈ പറയുന്ന പരിമിതികളിൽ ഉൾച്ചേർത്തുകൊണ്ട് അതിന് കുറച്ചുകൂടി മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യത്തെ തിരികെ കൊണ്ടുവരാൻ കഴിയും. ഈ രാജ്യം എന്താ നരേന്ദ്രമോദിയോടും അമിത്ഷായുടെയും ശൈലിയോട് പറഞ്ഞിരിക്കുന്നത്? രാജ്യം നിങ്ങളുടെ ശൈലിയെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ധാർമ്മികമായി ആ നേതൃത്വം പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതിനെ എക്സ്പോസ് ചെയ്യാനുള്ള അവസരമാണ് രാഹുൽ ഗാന്ധി കിട്ടിയിരിക്കുന്നത്. ആ അവസരം രാഹുൽ ഗാന്ധി ഉപയോഗിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കൂടി വിജയമായിരിക്കും. അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഈ രാഹുൽ ഗാന്ധി സംഘടനാ രാഷ്ട്രീയത്തിലും പാർലമെൻ്ററി രാഷ്ട്രീയത്തിലും കൂടുതൽ മെച്ചുറാവുന്നതിന് ഒരു എക്സാമ്പിൾ കൂടിയുണ്ട്. രാഹുൽ ഗാന്ധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ RSSനെ കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. അറിയാലോ, അന്ന് കേസാവുന്നതും രാഹുൽ ഗാന്ധി RSSനെ വിമർശിച്ച് ഗാന്ധി ഘാതകർ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റിലാണ്. വീർ സവർക്കറിനെ കടന്നാക്രമിക്കുന്നുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വീർ സവർക്കറിനോടുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം അല്പമൊന്ന് തണുക്കുന്നുണ്ട്. അത് ഏത് ഘട്ടമാണെന്നറിയാം? ശിവസേന ഉദ്ധവ് താക്കറെയുമായുള്ള സഖ്യം വരുമ്പോൾ അവിടെ മുന്നണി ബന്ധങ്ങൾക്കനുസരിച്ച് ആശയത്തിൽ വലിയ വ്യത്യാസമൊന്നും വരുത്തിയില്ലെങ്കിലും വളരെ കൃത്യമായി പരുവപ്പെടാനുള്ളൊരു പാകത ഈ രാഹുൽ ഗാന്ധിയിൽ കാണാം. അത് നമുക്ക് 2019 കാണാൻ പറ്റില്ല. ഇനി ഈ പാർലമെൻറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യാൻ പോവാണ്. ആ പരിചയസമ്പന്നത നേരത്തെ MV നികേഷ് കുമാർ പറഞ്ഞതുപോലെ ഒരു പാർട്ടിയുടെ നേതാവല്ല, ഒരു മുന്നണിയുടെ നേതാവാണ് എന്ന പക്വത റിഫ്ലക്റ്റ് ചെയ്തൊരു മൊമെൻ്റ്. അത് അഖിലേഷ് യാദവുമായിട്ടുള്ള 2 വേദികളിൽ 3.5 ലക്ഷത്തോളം ആളുകളാണ് എത്തിയത്. അവിടെ സംസാരിക്കാതെ അവർ പോകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കോമ്പിനേഷൻ ഒരു ഫോർമിഡബിൾ കോമ്പിനേഷൻ. അതിലേക്ക് വരുന്ന ആളുകൾ നോക്കൂ. അതിലേക്ക് വരാൻ പോകുന്ന തേജസ്വി യാദവ്, അഭിഷേക് ബാനർജി, സുപ്രിയ സൂലെ,
എത്ര പുതിയ തലമുറയാണ്, ഒരു പുതിയ കാലഘട്ടം ആരംഭിക്കുകയാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം. ഉദയനിധി സ്റ്റാലിൻ. അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്. അത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ഗൂസ് ബംസ് വരുന്നതാണ്. ഒരു പുതിയ തലമുറ വരാൻ പോകുന്നു, ഒരു തലമുറ മാറ്റം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ചോദ്യം വയനാട്ടിലാണോ റായ്ബറേലിയിലാണോ നിൽക്കുക എന്നുള്ളതാണ് ഉത്തരം. ഒരു കാര്യം ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നികേഷ് വളരെ കൃത്യമായി നിരീക്ഷിച്ച ഒരു മാൻ ഓഫ് ദ മാച്ച് ആയിട്ട് എന്തുകൊണ്ട് നമ്മൾ രാഹുൽ ഗാന്ധിയെ കാണുന്നു? ഞാൻ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട നിശ്ചയിക്കുന്നതിൽ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി വഹിച്ചൊരു വളരെ ബുദ്ധിപരമായ പങ്കുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന വെല്ലുവിളികൾ ഉള്ളപ്പോഴും ഒരു ഇവോൾവ് ചെയ്ത് വന്ന എമർജ് ചെയ്ത് വന്ന ലീഡറായിട്ട് ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നതിന് കാരണം വെച്ചാൽ ഈ കാസ്റ്റ് സെൻസസ് രാജ്യത്ത് നടപ്പാക്കണം എന്നൊരു ആശയം രാഹുൽ ഗാന്ധി അതിശക്തമായി ഉന്നയിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചത്? രാഹുൽ ഗാന്ധിയുടെയോ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെയോ ഭാഗ്യം ഈ 400 സീറ്റ് എന്ന് പറയുന്നത് ബൂമറാങ് ചെയ്യുന്നു. എങ്ങനെ ബൂമറാങ് ചെയ്യുന്നു? ഈ പറയുന്ന ഭരണഘടന മാറ്റിയെഴുതാനാണ് ഇവർ ഈ 400 സീറ്റ് ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നതെന്നുള്ളൊരു ആശയം കാസ്റ്റ് സെൻസസിനുമായി ഘടിപ്പിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നു. എന്നു മാത്രവുമല്ല, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് റാലികളിൽ, അതായത് ഈ ജോഡോ യാത്രയും ന്യായ യാത്രയുമല്ല, തെരഞ്ഞെടുപ്പ് റാലികളിൽ അദ്ദേഹം ഭരണഘടനയുടെ പുസ്തകവുമായിട്ടാണ് സഞ്ചരിച്ചിരുന്നത്. എന്നിട്ട് ഈ ഭരണഘടന ഉയർത്തിക്കാണിച്ചുകൊണ്ട് പറയും, ഇതാണ് മാറ്റാൻ പോകുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ഈ റിസർവേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവർ അധികാരത്തിൽ വന്നുകൂടാ എന്ന്. അതിൻ്റെ ഏറ്റവും നല്ല ഇമ്പാക്റ്റാണ് നികേഷേ ഈ പറയുന്ന NDA യോഗത്തിലെ ആദ്യത്തെ പ്രവൃത്തി ഉണ്ടല്ലോ നരേന്ദ്രമോദിയുടെ, നേരെ പോയി ഭരണഘടനയെടുത്ത് ഉമ്മ വയ്ക്കുക എന്ന് പറയുന്നത്, അതിൽ മുത്തമിടുക എന്ന് പറയുന്നത്. അത് ഇതിൻ്റെ ഇമ്പാക്റ്റാണ്. മാത്രമല്ല ഈ ബെൻസ്വാര സ്പീച്ചിൽ ഈ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും അംബേദ്കറിനെ ആരാധിക്കുന്നു എന്നാണ്, ആദരിക്കുന്നു. നിരന്തരം എല്ലാ ദിവസവും ഞാൻ അംബേദ്കറിനെയും പ്രണമിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ OBC അടക്കമുള്ള, അവർക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലം, അവിടെ തോറ്റുപോയി കേട്ടോ, അവിടെ BJP തോറ്റുപോയി. പക്ഷേ അങ്ങനെയാണ് അദ്ദേഹം അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ തിരിച്ചു വരേണ്ടി വന്നു. ഞങ്ങൾക്ക് ഭൂരിപക്ഷം എത്ര കിട്ടിയാലും ഞങ്ങൾ ഈ ഭരണഘടനയുടെ സംരക്ഷകരായി നിൽക്കും എന്ന് മോഡിക്ക് പറയേണ്ടി വരുന്നൊരു രീതിയിലേക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഇൻ്റലിജൻസ് ആണോ എന്നറിയില്ല, അല്ലെങ്കിൽ അത് ഒരു വലിയ തിങ്ക് ടാങ്ക് പ്രവർത്തിച്ചിട്ടുണ്ടാക്കിയതാണോ എന്നറിയില്ല. എനിവേ, കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം അതിശക്തമായി ആദ്യം മുതൽ തന്നെ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. അതിനുശേഷം അതുമായിട്ട് ഈ 400 സീറ്റിനെ ഘടിപ്പിച്ചുകൊണ്ട് ഭരണഘടനയുമായി യാത്ര ചെയ്ത് അതിലേക്ക് ആളുകളെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ശരിക്കും പറഞ്ഞാൽ സമാജ്വാദി പാർട്ടിയാണ്. കാരണം വെച്ചാൽ 37 സീറ്റ് അവിടെ സമാജ്വാദി പാർട്ടി സമാഹരിക്കുന്നതിനകത്തൊരു നല്ല റോൾ രാഹുൽ ഗാന്ധിക്ക് ഉണ്ട്. എന്നാൽ പോലും ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഒരു എമർജ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന, നന്നായി ഇവോൾവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്ന പൊളിറ്റീഷ്യനാണ്. 2004 മുതൽ അദ്ദേഹം പാർലമെൻറ്റിലുണ്ട്. 20 വർഷത്തെ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളുമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പുതിയ രാഷ്ട്രീയ സാഹചര്യം ആവശ്യപ്പെടുന്ന എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ആ ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് അദ്ദേഹം ഉയർന്നേ മതിയാകും. ഇവിടെ വയനാട് രാജിവെച്ച് റായ്ബറേലി നിലനിർത്താനാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഉചിതമായ തീരുമാനമാണ്. കാരണം ഉത്തർപ്രദേശാണല്ലോ ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ടെക്ടോണിക് ചേഞ്ച് വരുത്തിയിട്ടുള്ളത്. ആ ഒരു മാറ്റത്തിലൂടെ രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രതിപക്ഷ ബ്ലോക്കിനെ സമ്മാനിച്ചിട്ടുള്ളത്, ജനാധിപത്യം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയത് ഉത്തർപ്രദേശാണ്. ഇപ്പോൾ റായ്ബറേലി തന്നെയാണ്. നേരത്തെ സ്മൃതി ശരിയാവണം സൂചിപ്പിച്ചതുപോലെ തന്നെ റായ്ബറേലിയിലല്ല സ്മൃതി, KL ശർമ്മ എന്ന് പറയുന്ന അമേഠിയിലെ സ്ഥാനാർത്ഥിയുടെ പിന്നിലാണ് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിനകത്ത് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. അപ്പോൾ റായ്ബറേലി നിലനിർത്തുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലും നോക്കൂ, രാഹുൽ ഗാന്ധി ഒരു കേരള MP അല്ലാതാകുന്നു എന്നുള്ള വിഷയമുണ്ട്. അവിടെ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ രാഹുലിൻ്റെ ഇമ്പാക്റ്റ് ഇവിടെ ഒരു പ്രാദേശിക രാഷ്ട്രീയത്തിൽ കുറയ്ക്കാൻ കഴിയുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി നിലവിൽ അല്ലെങ്കിൽ 14 ദിവസത്തിനുള്ള അദ്ദേഹം രാജിവെക്കുമ്പോഴേക്കും കേരളത്തിലെ MP അല്ല. അപ്പോൾ രാഹുൽ ഇമ്പാക്റ്റിലാണ് യഥാർത്ഥത്തിൽ 2019-ലും 2024-ലും കേരളത്തിൽ ഇത്രയും വലിയ ലീഡ് UDFന് നേടാൻ കഴിഞ്ഞു. 21-ൽ പോയി ഒരു മാറ്റം വരുത്തി അല്ല അത് പക്ഷേ അതിനകത്ത് പിന്നീട് ഒരുപാട് സംഭവങ്ങൾ വന്നു. രാഹുലിനെ നിഷ്പ്രഭമാക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പിന്നീട് വന്നു. പക്ഷേ നമ്മൾ ഇനിയിപ്പോൾ കാണുമ്പോൾ അത്രയും പ്രധാനപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ യഥാർത്ഥത്തിൽ 2026-ൽ ഉണ്ടാകുമോ എന്നുള്ളതാണ്.
ഈ 2013 രാഹുൽ ഗാന്ധി ഓർഡിനൻസ് വലിച്ചേറുന്ന ഒരു സന്ദർഭം ഓർമ്മിക്കുന്നു. മൻമോഹൻ സിംഗിന്റെ ഒരുപക്ഷെ ദേഷ്യം രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ഡലങ്ങളിലൊന്ന് ഡൽഹി പ്രസ് ക്ലബ് പരസ്യമായി തന്നെ വിമർശിച്ചു മൻമോഹൻ സിംഗ്. അതായത് അത്രയും ഇമ്മച്യൂരിറ്റിയുടെ immaturity അങ്ങേയറ്റം. അവിടെ നിന്നാണ് രാഹുൽ ഗാന്ധി എന്ന് വിളിക്കാൻ ആ image, പാകത്തിലുള്ള എല്ലാ image കാര്യങ്ങളും അദ്ദേഹം അതുകൊണ്ടായിരുന്നു, ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കി. അവിടെ നിന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഉയർപ്പ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിസ്മരണീയമായ ചില മുഹൂർത്തങ്ങൾ നമ്മളെ കാത്ത് പാർലമെന്റിൽ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതായിരുന്നു, രാഹുൽ തിളങ്ങുമോ എന്നതായിരുന്നു ചോദ്യം. 4 പേരുടെയും അഭിപ്രായം രാഹുൽ തിളങ്ങും എന്ന് തന്നെയാണ്. തിളങ്ങട്ടെ രാഹുൽ. മീറ്റ് ദി ഡീറ്റെയിൽസ് ഇതിവിടെ പൂർണ്ണമാവുന്നു. ഗുഡ് നൈറ്റ്, ശുഭരാത്രി. Good night. Meet the editors.